ഫലപുഷ്ടി കൊണ്ടോ ലോഹധാതു സാന്നിധ്യം കൊണ്ടോ സമ്പന്നമല്ലെങ്കിലും എന്നും മഹാശക്തികൾ തേരോട്ടം നടത്തിയിട്ടുള്ള പ്രദേശമാണ് ഇസ്രയേൽ എന്ന യൂദയ. ആ ദേശത്തിൻ്റെ സൈനിക തന്ത്രപരമായ സ്ഥാനമായിരുന്നു അതിന് കാരണം. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കൻ വൻകരകളുടെ സംഗമസ്ഥാനമാണ് യൂദയ. യൂദയായുടെ മേലുള്ള ആധിപത്യം, വൻകരകളുടെ മേലുള്ള സ്വാധീനവും ആ ദേശങ്ങളിലേക്കുള്ള എതിരാളികളുടെ സുഗമപ്രയാണത്തിന് തടസ്സവും ഉറപ്പാക്കുമായിരുന്നു. അതിനാൽ തന്നെ യൂദയായുടെ മേൽ സ്വാധീനമുണ്ടാക്കുക എന്നത് വൻശക്തികളുടെ ആവശ്യമായിരുന്നു. ഇന്നും ആ അവസ്ഥയ്ക്ക് മാറ്റമില്ല. സത്യത്തിൽ ആ ദേശത്തിൻ്റെ മേൽ കണ്ണുവെച്ചിട്ടുള്ള വൻശക്തികളുടെ ഇടപെടൽ മൂലമാണ് ഇന്നും അവിടെ സംഘർഷം നിലനിൽക്കുന്നത്. ഈ കാരണത്താൽ ഈജിപ്തും അസീറിയയും ബാബിലോണും പേർഷ്യയും ഗ്രീസും റോമും അറബികളും തുർക്കിയും ബ്രിട്ടനുമെല്ലാം താന്താങ്ങളുടെ പ്രതാപകാലങ്ങളിൽ യൂദയായിൽ നിലയുറപ്പിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ സാമ്രാജ്യ സംസ്കാരങ്ങളിൽ പലതും യഹൂദമതത്തിലും തദ്വാര ക്രിസ്തുമതത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ അധിനിവേശ ശക്തികളിൽ പേർഷ്യ ഒഴികെ മറ്റെല്ലാ ശക്തികളും തങ്ങളാൽ ആവും വിധം യഹൂദരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നതും ചരിത്ര സത്യമാണ്. അവയിൽ തന്നെ ഈജിപ്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും അസീറിയക്കാരുടെ ആക്രമണങ്ങളെക്കുറിച്ചും ബാബിലോൺ അടിമത്തത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഇനി നമുക്ക് എപ്രകാരമാണ് പേർഷ്യൻ അക്കമിനീഡ് സാമ്രാജ്യം ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യമുറപ്പിക്കാൻ ഇടവന്നത് എന്ന് കാണാം. ഇസ്രായേലിൻ്റെ ചരിത്രം വിവരിക്കുന്ന 5ാമത്തെ വീഡിയോ ആണിത്. ഈ സീരീസിലെ മറ്റു വീഡിയോകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അവയും, താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് 40-ലധികം വീഡിയോകളും കാണുവാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോകളെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുന്നതും നന്നായിരിക്കും. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുകയും ചെയ്യും. 70 വർഷങ്ങൾ നീണ്ടുനിന്ന കിരാതമായ ബാബിലോണിയൻ വിപ്രവാസം അവസാനിക്കുന്നത് BC 538 മഹാനായ സൈറസ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുന്നതോടുകൂടിയാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടുവല്ലോ. അക്കമനീഡ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ മഹാനായ സൈറസിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കും. BC 601 മുതൽ 530 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. BC 559 അദ്ദേഹം ഭരണത്തിലേറിയത്. ലോക ചരിത്രത്തിൽ പല രാജാക്കന്മാരും മഹാനായ എന്ന വിശേഷണത്തോടു കൂടിയാണ് അറിയപ്പെടുന്നത്. എന്നിരിക്കലും സൈറസിനോളം ആ വിശേഷണത്തിന് അർഹരായവർ ഇല്ലെന്ന് പറയാം. സൈറസിന്റെ അതിജീവനവും വളർച്ചയും അസാധാരണമായിരുന്നു. യഹൂദ ചരിത്രവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ആ ചരിത്രം അറിയാതെ പോകുന്നത് ശരിയല്ല. അക്കാലത്തെ പ്രബല സാമ്രാജ്യമായിരുന്ന മീദിയൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായ അസ്റ്റിയാജിസിന്റെ മകൾ മംദാനയായുടെ മകനായിരുന്നു യഥാർത്ഥത്തിൽ സൈറസ്. എന്നിരിക്കലും ഒരാട്ടിടയന്റെ കുടിലിൽ അയാളുടെ മകനായി വളരാനായിരുന്നു സൈറസിന്റെ വിധി. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറഡോട്ടസിന്റെ ഹിസ്റ്ററീസ് എന്ന മഹാകൃതിയുടെ 1ാം ഗ്രന്ഥം 108ാം അധ്യായത്തിന്റെ പേര് തന്നെ ദ ബർത്ത് ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് സൈറസ് എന്നാണ്. അതിൽ വിവരിക്കുന്നതനുസരിച്ച് മംദാനെ ഗർഭിണിയായിരിക്കുന്ന വേളയിൽ അസ്റ്റിയാജിസ് കണ്ട ഒരു സ്വപ്നത്തിൽ തൻ്റെ ഭരണം അട്ടിമറിക്കാനിരിക്കുന്ന ഒരു മകനെ അവൾ പ്രസവിക്കും എന്ന് കണ്ടു. ഇത് സംഭവിക്കുന്നത് തടയാൻ ശിശുവായ സൈറസിനെ കൊന്നുകളയാൻ അസ്റ്റിയാജിസ് തീരുമാനിച്ചു. ഹർപ്പാഗസ് എന്നൊരാളായിരുന്നു അസ്റ്റിയാജിസിന്റെ വിശ്വസ്തനായ ഉപദേശകനും ജനറലും. സൈറസിനെ കൊല്ലാൻ അസ്റ്റിയാജിസ് ഹർപ്പാഗസിനോട് ഉത്തരവിട്ടെങ്കിലും നിഷ്കളങ്കനായ കുഞ്ഞിനെ കൊല്ലാൻ ഹർപ്പാഗസ് മടിച്ചു. കുഞ്ഞിനെ കൊന്നു എന്ന് അസ്റ്റിയാജിസിനോട് കള്ളം പറഞ്ഞ ഹർപ്പാഗസ് കൊല്ലുന്നതിന് പകരം കുഞ്ഞിനെ തൻ്റെ ജോലിക്കാരനായ ഒരു ഇടയന് നൽകി. സൈറസ് ജനിച്ച ദിവസം തന്നെ ഈ ഇടയനും ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു എങ്കിലും ആ കുഞ്ഞ് ചാപിള്ളയായിരുന്നു. ഇടയനും ഭാര്യയും കൂടിയാലോചിച്ച് ഹർപ്പാഗസ് നൽകിയ കുഞ്ഞ് സൈറസിനെ ഇടയ സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണെന്ന വ്യാജേന വളർത്തിക്കൊണ്ടുവന്നു. മഹാനദികളുടെ പ്രവാഹത്തെയും മഹാന്മാരുടെ വളർച്ചയെയും എത്ര നാൾ തടഞ്ഞു നിർത്താനാകും എന്ന് ചോദിച്ചതുപോലെ ശൂരതയിലും ആശ്രിത വാത്സല്യത്തിലും യുദ്ധതന്ത്രജ്ഞതയിലും അദ്വിതീയനായിരുന്ന സൈറസ് താമസിയാതെ അസ്റ്റിയാജിസിന് ഭീഷണിയായി വളരുക തന്നെ ചെയ്തു. ഹർപ്പാഗസ് തൻ്റെ കൽപ്പന അനുസരിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ അസ്റ്റിയാജിസ് ഒരു ക്രൂരമായ ശിക്ഷാപദ്ധതി ഒരുക്കി. ഒരു ദിവസം അസ്റ്റിയാജിസ് കൊട്ടാരത്തിലൊരു പ്രത്യേക വിരുന്നൊരുക്കി അതിൽ പ്രധാന ക്ഷണിതാവായി ഹർപ്പാഗസിനെ ക്ഷണിച്ചു. ഹർപ്പാഗസിന്റെ മകനെ കൊന്ന് ആ മാംസം കൊണ്ടുണ്ടാക്കിയതായിരുന്നു വിരുന്നിലെ പ്രധാന വിഭവം. വിളമ്പപ്പെട്ട മാംസം കഴിച്ചു തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് എന്താണ് വിശിഷ്ട വിഭവം എന്ന് അസ്റ്റിയാജിസ് ഹർപ്പാഗസിനോട് വെളിപ്പെടുത്തുകയും സ്വന്തം മകന്റെ മാംസം ഭക്ഷിക്കാൻ ഹർപ്പാഗസിനോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഹർപ്പാഗസ് ആകട്ടെ, എൻ്റെ രാജാവ് എന്നോട് ആജ്ഞാപിക്കുന്നത് എന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വികാരവിക്ഷോഭം അല്പം പോലും പുറത്തു കാണിക്കാതെ മകൻ്റെ മാംസം ഭക്ഷിച്ചു.
എന്നാൽ ഇതോടെ പ്രതികാരദാഹിയായ ഹർപ്പാഗസ് തുടർന്നും അസ്റ്റിയാജിസിന്റെ വിനീത വിധേയനായി തുടരുന്നതായി നടിച്ചുകൊണ്ടിരുന്നെങ്കിലും ആരും അറിയാതെ അസ്റ്റിയാജസിനെതിരെ സൈറസുമായി ഗൂഢാലോചന നടത്തുവാൻ തുടങ്ങി. ഹർപ്പാഗസിന്റെ പ്രേരണയിൽ സൈറസ് മീദിയ ആക്രമിക്കാൻ വന്നപ്പോൾ തന്റെ ഏറ്റവും സമർത്ഥനായ ജനറലായിരുന്ന ഹർപ്പാഗസിനെ തന്നെയാണ് അസ്റ്റിയാജിസ് സൈറസിനെ നേരിടാൻ ഏൽപ്പിച്ചത്. എന്നാൽ യുദ്ധത്തിന് തൊട്ടു മുൻപ് തന്റെ സൈന്യവുമായി ഹർപ്പാഗസ് സൈറസിനോട് ചേർന്നതോടെ യുദ്ധത്തിൽ അസ്റ്റിയാജിസ് പരാജയപ്പെട്ടു. ഹെറഡോട്ടസ് ഹിസ്റ്ററീസ് ബുക്ക് 1 അധ്യായം 114 വിവരിക്കുന്ന ഹർപ്പാഗസിന്റെ യഥാർത്ഥ പ്രതികാരത്തിന്റെ കഥ കൂടെ പറയാതിരുന്നാൽ ഈ വിവരണം പൂർത്തിയാവില്ല. ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ഹർപ്പാഗസ് അസ്റ്റിയാജിസിന്റെ ഒരു മകനെ കൊന്ന് മാംസം കറിവെച്ച് അസ്റ്റിയാജിസിന് തന്നെ വിളമ്പി. അസ്റ്റിയാജിസ് അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിച്ചു മാറ്റപ്പെട്ട മകന്റെ ശിരസും മറ്റ് ശരീരഭാഗങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഹർപ്പാഗസ് വെളിപ്പെടുത്തിയത്രേ. ഈ കാലമത്രയും തൻ്റെ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന പ്രതികാരദാഹം ആരുമറിയാതെ മൂടിവയ്ക്കാൻ സാധിച്ചതിൽ അസ്റ്റിയാജിസ് ഹർപ്പാഗസിനെ അഭിനന്ദിച്ചതായി ഹെറഡോട്ടസ് പറയുന്നു. സൈറസിനെ സംബന്ധിച്ചിടത്തോളം അസ്റ്റിയാജിസിന്റെ മേലുള്ള വിജയം തൻ്റെ ജൈത്രയാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. മീദിയ കീഴടക്കിയതോടുകൂടി ലോക ചരിത്രത്തിൻ്റെ തന്നെ ഗതി മാറ്റിവിട്ട സുപ്രസിദ്ധമായ അക്കാമനീഡ് രാജവംശം സൈറസിലൂടെ സ്ഥാപിതമായി. അസ്റ്റിയാജസിനെ തോൽപ്പിച്ച് മീദിയയുടെ അധിപനായ സൈറസ് അക്കാലത്തെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിരുന്ന ലീദിയയുടെ രാജാവായിരുന്ന ക്രീസസിനോട് ഏറ്റുമുട്ടി. ശക്തമായ കുതിരപ്പട്ടാളമുണ്ടായിരുന്ന ലീദിയയ്ക്ക് യുദ്ധാരംഭത്തിൽ മേൽക്കൈയുണ്ടായിയെങ്കിലും ബുദ്ധിമാനായ സൈറസിന്റെ ഒരു യുദ്ധതന്ത്രം യുദ്ധഗതി അദ്ദേഹത്തിന് അനുകൂലമാക്കി. മുന്നേറി വരുന്ന ലീദിയൻ കുതിരപ്പട്ടാളത്തിലെ കുതിരകൾ സൈറസിന്റെ പട്ടാളം ചരക്ക് നീക്കത്തിനുപയോഗിച്ചിരുന്ന ഒട്ടകങ്ങളുടെ അടുത്തെത്തിയാൽ അവയുടെ ഗന്ധം ലഭിക്കുന്ന മാത്രയിൽ ഭയന്നു മാറുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഉടനെ തന്നെ അദ്ദേഹം തന്റെ പാളയത്തിലെ സകല ഒട്ടകങ്ങളെയും സൈന്യവിന്യാസത്തിന്റെ ഏറ്റവും മുന്നിൽ നിർത്തി. ഒട്ടകങ്ങളെ പേടിച്ച് ലീദിയൻ കുതിരകൾ തലങ്ങും വിലങ്ങും ഓടി. ഈ ആശയക്കുഴപ്പം മുതലെടുത്ത് ശക്തമായിരുന്ന ലീദിയൻ പട്ടാളത്തെ അദ്ദേഹം തോൽപ്പിച്ചു. അതിസമ്പന്നമായിരുന്ന ലീദിയയുടെ മേലുള്ള വിജയം പേർഷ്യയെ സമ്പന്നമാക്കി. ലോക ചരിത്രത്തിൽ ഇതുവരെ ഏറ്റവും അധികം സ്വർണം സ്വരുക്കൂട്ടി വെച്ചിരുന്ന രാജാവായിരുന്നു അത്രേ ക്രീസസ്. അസ്രിച്ചസ് ക്രീസസ് എന്ന പ്രയോഗം വന്നത് തന്നെ അദ്ദേഹത്തിൽ നിന്നുമാണ്. ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ പേർഷ്യയുടെ വിനിമയ മാധ്യമം സ്വർണമായി തീർന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ആ ശ്രുതി ശരിയാവാനാണ് സാധ്യത. അടുത്തതായി സൈറസ് ബാബിലോണിന് നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ നെബൂഖദ്നേസർ അടിമകളാക്കി കൊണ്ടുവന്നിരുന്ന യഹൂദർ ബാബിലോണിൽ വിപ്രവാസത്തിൽ കഴിയുന്ന കാലമായിരുന്നല്ലോ അത്. യഹൂദരാകട്ടെ സൈറസിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. ആ കാലങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന രീതിയായിരുന്ന താൻ കീഴടക്കുന്ന ജനങ്ങൾക്കെല്ലാം പൂർണ്ണ മതസ്വാതന്ത്ര്യം നൽകുന്ന സൈറസിന്റെ പതിവ് മാത്രമായിരുന്നില്ല അതിന് കാരണം. ക്രൂരമായ ബാബിലോൺ അടിമത്തത്തിലായിരുന്ന യഹൂദർക്കായി ഐസയാ പ്രവാചകൻ വഴി ദൈവം നൽകിയ ഒരു പ്രവചനത്തിൽ സൈറസിനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം ഇസ്രയേലിനെ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് മതസ്വാതന്ത്ര്യം നൽകും എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഐസയാ 44:28 മുതൽ 45:1 വരെയുള്ള ആ പ്രവചനത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അസംഖ്യ പ്രവചനമായിരുന്നെങ്കിലും ഇസ്രയേലിൽ പുതിയ ദേവാലയത്തിന് അടിത്തറയിടുന്നതിനും അദ്ദേഹം ഇടവരുത്തും എന്ന് പറഞ്ഞിരുന്നു. ആ പ്രവചനങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിറവേറി. ബാബിലോൺകാർ അടിമകളാക്കി വെച്ചിരുന്ന യഹൂദരെ സ്വതന്ത്രരാക്കിയ സൈറസ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നതിന് അവരെ അനുവദിച്ചു. നെബൂഖദ്നേസർ തകർത്ത സോളമന്റെ ദേവാലയത്തിന് പകരം മറ്റൊന്ന് പണിയുന്നതിന് അവർക്ക് അനുമതിയും കൊടുത്തു. ബൈബിളിൽ 20 തവണ പ്രതിപാദിക്കപ്പെടുന്ന സൈറസിനെ യഹൂദരുടെ സംരക്ഷകൻ എന്നും മിശിഹ അഥവാ വിമോചകൻ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ലോക ചരിത്രത്തിൽ അന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ച അദ്ദേഹം ആദ്യമായി പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെ തമ്മിൽ സമന്വയിപ്പിച്ചയാളാണ് എന്ന് പറയാവുന്നതാണ്. ശതകങ്ങളുടെ അശാന്തിക്കും പീഡനങ്ങൾക്കും ശേഷം സൈറസിന്റെ കീഴിൽ യഹൂദർ മതസ്വാതന്ത്ര്യത്തിന്റെ ആശ്വാസം അനുഭവിച്ചു. മഹാനായ സൈറസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ കാംബീസസ് രണ്ടാമൻ പേർഷ്യയുടെ രാജാവായി. പ്രാപ്തിയുള്ള ഭരണാധികാരിയും സൈനിക നേതാവുമായിരുന്നു കാംബീസസ് രണ്ടാമൻ. കീഴടക്കലുകളിൽ കൂടി പേർഷ്യൻ സാമ്രാജ്യം വികസിപ്പിക്കുക എന്ന പിതാവിന്റെ നയം അദ്ദേഹവും തുടർന്നു. ഈജിപ്തിനെ കീഴടക്കി അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തോട് ചേർത്തു. എന്നാൽ കീഴടക്കിയ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും സ്വന്തം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിലുണ്ടായ പാകപ്പിഴകൾ മൂലവും അദ്ദേഹത്തിന്റെ ഭരണം വിവാദങ്ങൾ കൊണ്ട് നിറം മങ്ങിയതായിരുന്നു. കാംബീസസ് രണ്ടാമന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ സ്മേർദിസ് എന്നറിയപ്പെടുന്ന ബർദിയ ഭരണമേറ്റെടുത്തു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വധിക്കപ്പെട്ടു. ഇത് പേർഷ്യൻ അനിശ്ചിതത്വം എന്നറിയപ്പെടുന്ന അസ്ഥിര രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിലേക്ക് നയിച്ചു.
ഈ സമയം നിരവധി അവകാശികൾ സിംഹാസനത്തിനായി മത്സരിച്ചു. ഈ മത്സരത്തിൽ രാജകുടുംബാംഗവും ശക്തനായ പേർഷ്യൻ പ്രഭുവുമായിരുന്ന ഡാരിയസ് ഒന്നാമൻ BC 522 വിജയം വരിച്ചതോടെ കൊട്ടാരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഈ അനിശ്ചിതാവസ്ഥയുടെ കാലത്ത് സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ലഹളകളുണ്ടായെങ്കിലും സമർത്ഥനായ ഭരണകർത്താവായിരുന്ന ദാരിയൂസ് അവയെല്ലാം അടിച്ചമർത്തി. കിട്ടിയ അവസരം മുതലെടുത്ത് പേർഷ്യയുടെ സാമന്തനായിരുന്ന ബാബിലോണിലെ നെബുക്കദ്നേസർ മൂന്നാമൻ പേർഷ്യക്കെതിരെ തിരിഞ്ഞു. എന്നാൽ ദാരിയൂസ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കി. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉയർച്ച താഴ്ചകളും പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഇസ്രയേലിലും അനുരണനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മീദിയാക്കാരനായ ദാരിയൂസ് എന്നാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ മഹാനായ ദാരിയൂസിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ദാരിയൂസും. സൈറസിനെ പോലെ തന്നെ യഹൂദരോട് അനുഭാവമുണ്ടായിരുന്ന ദാരിയൂസ് ജെറൂസലേം ദേവാലയം നിർമ്മിക്കുന്നതിന് തടസ്സം നിന്നിരുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ നിർമ്മാണത്തിനാവശ്യമായ ധനം തൻ്റെ കീഴിലുള്ള സമ്പന്നമായ പ്രവിശ്യയായിരുന്ന സിറിയയിൽ നിന്നുള്ള കരത്തിൽ നിന്നും ലഭ്യമാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ഈ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്നും യഹൂദരെ മോചിപ്പിച്ച സൈറസും അവരുടെ ദേവാലയ പുനർനിർമ്മിതി സാധ്യമാക്കിയ ദാരിയൂസും ജെറുസലേമിന്റെയും യഹൂദമതത്തിന്റെയും പുനരുദ്ധാരണത്തിൽ നിർണായക സ്ഥാനം വഹിച്ച രാജാക്കന്മാരാണ്. ദാരിയൂസിന്റെ സാമ്രാജ്യം ലോക ചരിത്രത്തിലെ ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമായിരുന്നു. മഹാസാമ്രാജ്യങ്ങളായിരുന്ന മീദിയ, ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, ലീദിയ തുടങ്ങിയവയുടെ എല്ലാം പ്രദേശങ്ങൾ അക്കമനീഡ് പേർഷ്യയുടെ കീഴിലായി. എസ്തേർ 1:1 അനുസരിച്ച് ദാരിയസിന്റെ മകനായ സേർസിസ് എന്ന അഹാസേരൂസിന് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 പ്രവിശ്യകളുടെ മേൽ ആധിപത്യമുണ്ടായിരുന്നു. ഇന്ത്യയും ഇറാനും ഈജിപ്തും അടക്കം ഇന്ന് നിലവിലുള്ള 42 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ആ മഹാസാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തൃതി മനസ്സിലാക്കാം. മഹാനായ സൈറസിന്റെയും മഹാനായ ദാരിയൂസിന്റെയും കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം ഇസ്രയേലിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. യഹൂദമതത്തിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ ദുരന്ത സംഭവമായിരുന്ന ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം യഹൂദ ജനതയെ അവരുടെ മാതൃരാജ്യത്തേക്ക് മാറിപ്പാർക്കാൻ അനുവദിച്ചതാണ് പേർഷ്യക്കാരുടെ ഏറ്റവും ശ്രദ്ധേയമായ നടപടി. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ യഹൂദർക്ക് ജെറുസലേമിലേക്ക് മടങ്ങുന്നതിനും ബാബിലോണിയക്കാർ നശിപ്പിച്ച ദേവാലയം പുനർനിർമ്മിക്കുന്നതിനും അനുവാദം ലഭിച്ചതോടെ ദ സെക്കൻഡ് ടെമ്പിൾ പീരിയഡ് എന്നറിയപ്പെടുന്ന രണ്ടാം ദേവാലയ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. നിരവധി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ കാലം യഹൂദ ചരിത്രത്തിലെ നിർണായക കാലഘട്ടമായിരുന്നു. പിൽക്കാലത്ത് യഹൂദമതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ ഫരിസേയർ, സദുക്കായർ, എസ്സീനുകൾ തുടങ്ങിയ യഹൂദ വിഭാഗങ്ങളുടെ ആവിർഭാവം ഈ കാലഘട്ടത്തിലായിരുന്നു. ഈ വിഭാഗങ്ങളെക്കുറിച്ച് ഹെറോദിയൻ രാജവംശം എന്ന ക്ലാസ്സിൽ നമ്മൾ കൂടുതലായി പഠിക്കുന്നതാണ്. യൂദയായുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന മറ്റ് അധിനിവേശക്കാരിൽ നിന്നും വ്യത്യസ്തമായി പേർഷ്യൻ സാമ്രാജ്യം യഹൂദർക്ക് സ്വയംഭരണാവകാശവും മതസ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. ബാബിലോൺ വിപ്രവാസകാലത്ത് ഹീബ്രു ബൈബിളിന്റെയും മറ്റ് മതഗ്രന്ഥങ്ങളുടെയും രേഖപ്പെടുത്തലും സമാഹരണവും നടന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണല്ലോ. ഇപ്രകാരം ശാക്തീകരിക്കപ്പെട്ട യഹൂദ സ്വത്വത്തെയും സംസ്കാരത്തെയും സുദൃഢമാക്കാൻ പേർഷ്യൻ ആധിപത്യത്തിൽ ലഭിച്ച മതഭരണ സ്വാതന്ത്ര്യങ്ങൾ സഹായിച്ചു. പേർഷ്യൻ സാമ്രാജ്യം ഇസ്രയേൽ ഭരണപരവും നിയമപരവുമായ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ഗവർണർമാരോടൊപ്പം അവരെ സഹായിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഒരു ശൃംഖലയും കൂടെ ഉൾപ്പെടുന്ന സംഘടിതവും കാര്യക്ഷമവുമായ പേർഷ്യൻ ഭരണ സംവിധാനം ഇസ്രയേലിലും അവർ നടപ്പിലാക്കി. പേർഷ്യൻ നിയമവ്യവസ്ഥയും യഹൂദരിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. മൊത്തത്തിൽ യഹൂദ ചരിത്രവും സംസ്കാരവും രൂപപ്പെടുത്തുന്നതിൽ പേർഷ്യൻ ആധിപത്യം ഒരു പ്രധാന പങ്ക് വഹിച്ചു. മഹാനായ സൈറസിന്റെയും മഹാനായ ദാരിയൂസിന്റെയും മഹാമഹിമ യഹൂദ രചനകളിലും സാഹിത്യത്തിലും ഇന്നും ആഘോഷിക്കപ്പെടുന്നു. പേർഷ്യൻ ആധിപത്യം യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദേവാലയ പുനർനിർമ്മാണം, യഹൂദ സ്വയംഭരണത്തിന്റെ പുനഃസ്ഥാപനം തുടങ്ങിയ നിരവധി നല്ല കാര്യങ്ങൾക്കിടയാക്കിയപ്പോൾ തന്നെ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി. അവരുടെ മറ്റ് പ്രവിശ്യകളുടെ കാര്യത്തിലെന്നതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യം യഹൂദരുടെ മേലും കനത്ത നികുതിയും കപ്പവും ചുമത്തിയത് അത്തരത്തിലുള്ള ഒരു ദോഷഫലമായിരുന്നു. ഇത് പലപ്പോഴും യഹൂദ ജനതയെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും നയിച്ചു. പൊതുവെ മതസ്വാതന്ത്ര്യം അനുവദിച്ചപ്പോൾ തന്നെ പേർഷ്യൻ ഭരണകൂടവും യഹൂദരും തമ്മിൽ മതാചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചൊല്ലി സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി പേർഷ്യൻ രാജാവായ അർത്താസേർസിസ് ദേവാലയത്തിന് പുനർനിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടതായി എസ്രയുടെ പുസ്തകം വിവരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ യഹൂദ സമൂഹത്തിൽ അനിശ്ചിതത്വത്തിനും സംഘർഷത്തിനും കാരണമായി. ഇതും കൂടാതെ പേർഷ്യൻ സാമ്രാജ്യം പൊതുവെ വ്യത്യസ്ത സംസ്കാരങ്ങളോട് സഹിഷ്ണുത പുലർത്തിയിരുന്നുവെങ്കിലും ചിലപ്പോഴെങ്കിലും പേർഷ്യവൽക്കരണത്തിന്റെയും സാംസ്കാരിക ഏകീകരണത്തിന്റെയും നയവും അതിനുണ്ടായിരുന്നു. ഈ നിലപാട്
കാലക്രമേണ യഹൂദ സ്വത്വത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ശോഷണത്തിലേക്ക് നയിച്ചേക്കാമെന്ന് യഹൂദർ ഭയന്നു. പേർഷ്യൻ ഭരണത്തെ തുടർന്ന് വന്ന ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഗ്രീക്ക് സംസ്കാരവും സ്വാധീനവും യഹൂദ സമൂഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭയം ഒരു യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തു. ഇത്തരമൊരു സംഘർഷത്തിന്റെ കഥയാണ് ബൈബിളിലെ എസ്തറിന്റെ പുസ്തകം വിവരിക്കുന്നത്. BC 486 മുതൽ 465 വരെ ഭരിച്ചിരുന്ന അഹാസ്വേരൂസ് എന്നറിയപ്പെടുന്ന സേർസിസ് ഒന്നാമന്റെ ഭരണകാലമാണ് എസ്തറിന്റെ പുസ്തകത്തിന്റെ ഇതിവൃത്തം. സേർസിസ് ഒന്നാമൻ മഹാനായ ദാരിയൂസിന്റെ പുത്രനായിരുന്നു. പേർഷ്യൻ തലസ്ഥാന നഗരമായ സൂസയാണ് എസ്തറിന്റെ പശ്ചാത്തലം. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വസിച്ചിരുന്ന യഹൂദരെ ഉന്മൂലനം ചെയ്യാനുള്ള രാജാവിന്റെ ഉപദേശകനായ ഹാമാന്റെ ഗൂഢാലോചനയെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. പേർഷ്യൻ കാലഘട്ടത്തിൽ BC 4-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് എസ്തറിന്റെ പുസ്തകം എന്ന് കരുതപ്പെടുന്നു. പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളുടെ ചരിത്രപരമായ കൃത്യത പണ്ഡിതന്മാർക്കിടയിൽ തർക്കവിഷയമായിരിക്കുമ്പോൾ തന്നെ പേർഷ്യൻ കാലഘട്ടത്തിലെ യഹൂദ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് അത് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നുമുണ്ട്. പേർഷ്യൻ ഭരണത്തിൻ കീഴിൽ യഹൂദ സമൂഹങ്ങൾ അഭിമുഖീകരിച്ച പിരിമുറുക്കങ്ങളും വെല്ലുവിളികളും പീഡന ഭീഷണിയും യഹൂദരല്ലാത്ത അധികാരികളുമായുള്ള ബന്ധത്തിൽ അവർ ചെലുത്തേണ്ടിയിരുന്ന ആത്മസംയമനത്തിന്റെ ആവശ്യകതയും എസ്തറിന്റെ പുസ്തകം എടുത്തു കാണിക്കുന്നു. മൊത്തത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ യഹൂദ ജീവിത സങ്കീർണതകളിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രപരവും സാഹിത്യപരവുമായ ഒരു സുപ്രധാന രേഖയാണ് എസ്തറിന്റെ പുസ്തകം. പൊതുവെ പറഞ്ഞാൽ ഇസ്രയേലിന്റെയും യഹൂദരുടെയും മേലുള്ള പേർഷ്യൻ ഭരണം ധാരാളം നല്ല ഫലങ്ങൾ ഉളവാക്കിയപ്പോൾ തന്നെ ഏതൊരു അധിനിവേശത്തിലും പ്രതീക്ഷിക്കാവുന്നതുപോലെ അതുമൂലം ഗണ്യമായ പ്രത്യാഘാതങ്ങളും ഉണ്ടായി. അടുത്ത വീഡിയോയിൽ മഹാനായ അലക്സാണ്ടർ ലോകം വെട്ടിപ്പിടിക്കാനിറങ്ങിയ വിഖ്യാതമായ ജൈത്രയാത്രയ്ക്കിടയിൽ യൂദയായെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും ഗ്രീക്ക് ക്ലാസിക്കൽ യുഗം ലോകമാസകലം എന്നതുപോലെ യൂദയായിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സീരീസിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. അതുകൊണ്ട് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വിഷയങ്ങളെ അപഗ്രഥിക്കുന്ന 40-ലധികം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയും കാണാൻ ശ്രമിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.